നമസ്തേ. ഇന്ന് 1201 ചിങ്ങമാസം 14 ശനിയാഴ്ച, 2025 ഓഗസ്റ്റ് മാസം 30. ഇന്ന് വെളുത്ത പക്ഷത്തിലെ സപ്തമി തിഥിയാണ്. അതായത് കർത്തവാവ് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം. ഇന്ന് വിശാഖ നക്ഷത്രം 20 നാഴിക 54 വിനാഴിക, അതായത് ഉച്ചയ്ക്ക് 2:39 വരെ വിശാഖ നക്ഷത്രവും അതിനുശേഷം അനിഴ നക്ഷത്രവുമാണ് ഇന്നത്തെ ദിവസത്തിൽ. 2 നക്ഷത്രങ്ങൾ ചേരുന്ന ദിവസമാണ്. മധ്യാഹ്നത്തിന് ശേഷം മറ്റൊരു അനിഴ നക്ഷത്രത്തിലേക്ക് മാറുന്നു. ഈ 2 നക്ഷത്രങ്ങളും വിശാഖ നക്ഷത്രത്തിൻ്റെ 15 നാഴിക അവസാനം വരുന്ന 15 നാഴികയും അനിഴ നക്ഷത്രം മൊത്തമായിട്ടും വൃശ്ചികക്കൂറിലുള്ള നക്ഷത്രമാണ്. വൃശ്ചികക്കൂറ് ചൊവ്വയുടെ ക്ഷേത്രമാണ്. ക്ഷേത്രാധിപതിയായിരിക്കുന്ന ചൊവ്വ ദേവീ സാന്നിധ്യമായിട്ടും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ക്ഷേത്രമായിട്ടും അല്ലെങ്കിൽ ആരാധനാ ദേവതകളായിട്ട് ദേവിയെയും മുരുകനെയും ഒക്കെ സങ്കല്പ പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാശിയാണ്. ഈ രാശിയിൽ ജനിച്ചവർ പൊതുവിൽ സ്വഭാവം കൊണ്ട് അനിഴ നക്ഷത്രക്കാർ പൊതുവിൽ ദുർബലരാണ്. സ്ത്രീകൾക്ക് അനിഴ നക്ഷത്രം നല്ലതാണെങ്കിലും പുരുഷന്മാർക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു നക്ഷത്രമല്ല. നക്ഷത്രസ്ഥിതിയിൽ അത് സ്ത്രീ നക്ഷത്രമാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ. എങ്കിലും ജ്യോതിഷത്തിലെ എല്ലാ വിഷയങ്ങളും പറയുന്നത് നമ്മുടെ ജാതകവശാൽ അല്ലെങ്കിൽ നക്ഷത്രവശാൽ ജനനവശാൽ നമുക്കുണ്ടാക്കുന്ന ഗുണദോഷങ്ങളെ വേണ്ടും വിധത്തിൽ മനസ്സിലാക്കി അതിലുള്ള പോരായ്മകൾ പരിഹരിക്കാനും അതിലുള്ള നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നമ്മൾ തന്നെ പരിശ്രമിക്കണമെന്നാണ്. അതിനു വേണ്ടിയിട്ട് തരുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഋഷീശ്വരന്മാർ ശാസ്ത്രങ്ങളായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അതും പ്രകാരം അനിഴ നക്ഷത്രത്തിന് നല്ലതായ ഫലങ്ങളും നല്ല ചിന്താഗതികളും നല്ല അനുഭവങ്ങളും കാര്യങ്ങളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ളതായ വിശേഷ ബുദ്ധിയും പ്രാപ്തിയും ഒക്കെ ഉള്ളൊരു നല്ല നക്ഷത്രമാണ്. ആത്മധൈര്യം ഉണ്ടാകും, വിഷയങ്ങളെ നേരിടാനുള്ളതായ ഒരു ധൈര്യമുണ്ടാകും, കാര്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതായ ഒരു വിഷയം ഉണ്ടാകുമെങ്കിലും സ്ത്രീ നക്ഷത്രമായതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും വേണ്ടത്ര ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടത്ര പോരായ്മകൾ ഉണ്ടാക്കിയേക്കാം. അത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നുമില്ല. ഭരണ നേതൃത്വമുള്ള ആത്മവിശ്വാസമുള്ള നക്ഷത്രമാണ് അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനിയിലാണ് അവരുടെ ജനനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുധദശാകാലം. ഏകദേശം ഒരു 26 വയസ്സിനും 33 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് കേതൂർ ദശാകാലം ഉള്ളതുകൊണ്ടും ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ടും പൊതുവിലെ സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. പല വിധത്തിൽ മനപ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വരാം. ജീവത്യാഗ ചിന്തകൾ പോലുള്ളതായ ചില മനോവിഷമങ്ങൾ ഈ പറഞ്ഞ പ്രായത്തിലുള്ളവർക്ക് ഒരു പക്ഷേ നേരിട്ടേക്കാം. അതൊക്കെ ക്ഷമാപൂർവ്വം കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും വിജയത്തിന് സാധ്യത വരാം. ഒരു 33 വയസ്സിനും 52 വയസ്സിനും ഇടയിലുള്ളതായ സമയകാലങ്ങൾ പൊതുവിൽ ഈ നക്ഷത്രക്കാർക്ക് വിജയത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ വിജയത്തിന് സാധ്യതകളുണ്ടാക്കാം. തൊഴിൽ, ആരോഗ്യം, വിവാഹം, കുടുംബജീവിതം ഇത്യാദി വിഷയങ്ങൾക്കൊക്കെ ആ കാലഘട്ടം അവർക്ക് ഗുണം ചെയ്യും. വിവാഹം ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 26 വയസ്സിന് മുമ്പ് നടന്നില്ല എങ്കിൽ പിന്നെ കേതൂർ ദശാകാലം വരുന്ന കാലഘട്ടത്തിൽ കേതൂറിലെ വിവാഹം നടക്കാം. പക്ഷേ അതിൻ്റെ അപഹാര പരിധിയൊക്കെ വളരെ ചെറുതായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് വിവാഹ കാര്യങ്ങൾ നടക്കുന്നതിന് കാലതാമസങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ആ കാലഘട്ടങ്ങളൊന്നും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവാഹ കാര്യങ്ങൾക്ക് ദോഷം ചെയ്യുന്നതല്ല അനിഴ നക്ഷത്രം. അപ്പം അങ്ങനത്തെ ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന്. പൊതുവിൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ദേവിയെ ഇപ്പോൾ ഈ പറഞ്ഞതായ നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ളതായ വിഷമതകളോ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അവരവരുടെ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് അതിന് വേണ്ടുന്ന പൂർണ്ണ തീരുമാനം എടുക്കണം. ഇതിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തെ സംബന്ധിക്കുന്ന പൊതുവായ ഒരു ഫലങ്ങളാണ്. പക്ഷേ അത് കൃത്യമായിട്ട് അവരവരുടെ നക്ഷത്രം വെച്ച് ജാതകം വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് കൃത്യമായിട്ടുള്ളതായ ഫലങ്ങളും അനുഭവങ്ങളും അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് അപ്രകാരം ചെയ്യാം. എങ്കിലും ഈ നക്ഷത്രസ്ഥിതി അനുസരിച്ചിട്ട് ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും മുരുകൻ കോവിലിലോ അല്ലെങ്കിൽ ദേവി കോവിലിലോ പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുന്നതും ഈ കാലഘട്ടത്തിലെ ഗുണങ്ങൾ വർദ്ധിക്കാൻ ഉപകരിക്കും. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.